നമസ്കാരം. ടി.ജി. മോഹൻദാസിന് അങ്ങനെ ബഹുമാനപ്പെട്ട വഞ്ചിയൂർ കോടതി ജാമ്യം അനുവദിച്ചിരിക്കാം. ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ജാമ്യം തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് ചെയ്ത ഒരു പരിപാടിയുണ്ട്. കോടതിക്ക് മുമ്പാകെ ഒരു വിഷയം അവതരിപ്പിച്ചു. ടി.ജി. മോഹൻദാസിന് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒളിവിൽ പോകുമെന്നുള്ള ഒരു വലിയ സംഭവം കോടതിക്ക് മുന്നിലേക്ക് വെച്ചു. അപ്പൊ കോടതി ഒരു ചെറിയ സംഭവം അങ്ങോട്ട് തിരിച്ചു ചോദിച്ചു. ഇത്രയും നാൾ ഈ കേസ് എടുത്തതിന് ശേഷം ഇത്രയും നാൾ ടി.ജി. മോഹൻദാസ് എവിടെയായിരുന്നു എന്നുള്ളത്, ഒളിവിലായിരുന്നു എന്നുള്ളൊരു ചോദ്യം തിരിച്ചു ചോദിച്ചു. അപ്പോ പോലീസിനോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന് വേണ്ടി വാദിക്കാൻ വന്ന വക്കീലിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാം, ഈ കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയാം, ടി.ജി. മോഹൻദാസ് മട്ടാഞ്ചേരിയിലുള്ള അങ്ങേരുടെ വീട്ടിൽ ചായയും കുടിച്ച് ഇരിക്കുന്ന സമയത്താണ് പോലീസ് വന്ന് പുള്ളിനെ പിടിച്ചുകൊണ്ടുപോയത്. കേസ് എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി. പാർട്ടിയുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാമർശം നടത്തിയതിന്റെ പേരിലാണല്ലോ പുള്ളിക്കെതിരെ കേസ് എടുത്തത്. അപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ ദിവസങ്ങളായിട്ട് ചാനലുകളിൽ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നല്ലോ, അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്ത സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടിച്ചേർത്ത് അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തു. ഇത്രയും വലിയ ഒരു വർഗീയ വിഷം തുപ്പിയ ടി.ജി. മോഹൻദാസ് എന്ന് പറയുന്ന വിഷപ്പാമ്പിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടുത്തെ പോലീസിന് എന്താണ് കയ്യില്ലേ, അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരിന് എന്താണ് സംവിധാനങ്ങളില്ലേ, പേടിയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുഡാപ്പികളും അന്തംകമ്പികളും മൂരികളും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മെഴുകുകയായിരുന്നു. ആ മെഴുകലെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ടി.ജി. മോഹൻദാസിന്റെ വീട്ടിൽ പോയിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് അറസ്റ്റ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഇതുപോലെയുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് മനസ്സിലാക്കുക, കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിയും സാമൂഹികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും കാണുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള വിഷയങ്ങളിൽ ചർച്ചകൾ ഏർപ്പെടുന്ന ആൾക്കാർ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന തിരിച്ച് ഒരു ചോദ്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തെ പാർട്ടിയുടെ കേരളത്തിൽ നിന്നുള്ള സപ്പോർട്ടേഴ്സ് മുഴുവൻ ഇപ്പൊ തേഞ്ഞൊട്ടി എന്ന് വേണം പറയേണ്ടത്. കാരണം ഇതുപോലൊരു തേയല് വേറുണ്ടാവില്ല. കാരണം ഇങ്ങനെ ഞങ്ങൾ വിദ്യാർത്ഥികളെ അത് ചെയ്യണം ഇത് ചെയ്യണം മറ്റേ തോക്കെടുത്ത് പൊട്ടിക്കണം എന്നെല്ലാം പറഞ്ഞ വ്യക്തിയാണ് ടി.ജി. ഇതുപോലൊരു വിഷപ്പാമ്പ് കേരളത്തിലില്ല. ഇതുപോലൊരു വർഗീയ വിഷം തുപ്പുന്ന ഈ ഒരു വൃദ്ധനെ ജയിലിലടക്കണം, കാരാഗ്രഹത്തിലാക്കി ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിനൊരു സൂചനയായിട്ട് തന്നെ മാറണം. നമ്മുടെ ജനാധിപത്യം, മതേതരത്വം ഇത് സംരക്ഷിക്കേണ്ട നമ്മുടെ സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ ഇവിടുത്തെ സാമൂഹിക നീതിബോധവും എവിടെ പോയി, ടി.ജി. മോഹൻദാസിനെ ഉടൻ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഇങ്ങനെ നടന്നിരുന്ന ആളുകൾ പൂർണ്ണമായിട്ടും ഇവരുടെ എല്ലാം അടിവേരറക്കുന്ന തരത്തിലേക്കുള്ള നിലപാട്. കാരണം നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് CJP എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനം രൂപീകരിച്ചതിന് ശേഷം ഇന്ത്യ ചരിത്രത്തിൽ ഇതുപോലെ അസഭ്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു സമരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ എന്ത് ചെയ്യണമെന്നാണ് ഉമർ പറഞ്ഞത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അശ്ലീലമായിട്ട് പരാമർശിക്കുകയും അദ്ദേഹത്തിന്റെ അശ്ലീല ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മീഡിയകളിൽ തരംഗമാകാനും സ്റ്റാർ ആവാനും വേണ്ടി എത്ര ആളുകളാണ് മുന്നോട്ട് വന്നത്? ഈ സമരത്തിൽ എത്ര വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു? നീറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ള എത്ര വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ നീറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യാൻ അവിടെ എത്തിയിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇവരെന്തിനാണ് ഉമർ ഖാലിദ് എന്ന് പറയുന്ന ഒരു ഭീകരന്, ഒരു തീവ്രവാദി, രാജ്യദ്രോഹ കുറ്റം UAPA ചുമത്തപ്പെട്ട് തിഹാർ ജയിലിൽ കഴിയുന്ന ഈ തീവ്രവാദിയെ എന്തിനാണ് റിലീസ് ചെയ്യണമെന്ന് ഇവർ പറയുന്നത്? നമ്മുടെ രാജ്യത്ത് എന്നും അസ്വസ്ഥതയായിട്ട് നിലനിന്നിരുന്ന ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ തീവ്രവാദ പ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിണിയാളന്മാരെയും മതമൂലികവാദികളെയും പൂർണ്ണമായിട്ട് അടിച്ചമർത്തുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർട്ടിക്കിൾ 317 എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തിന്, ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തിന് മാത്രം പ്രത്യേകം ഒരു പദവി ഉണ്ടായി കൊടുത്തുകൊണ്ട് ഇവിടെ പ്രീണനം നടത്തിയിരുന്ന കോൺഗ്രസിന്റെയും എല്ലാവരുടെയും അണ്ണാക്കിൽ പൊട്ടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ആർട്ടിക്കിൾ 317 എടുത്തു കളഞ്ഞ സമയത്ത്, ആ സമയത്ത് നമ്മുടെ രാജ്യത്ത് പ്രതിഷേധം ഉയർത്തിയവർ ആരാണ്? രാജ്യദ്രോഹികളാണ് എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഈ ഉമർ ഖാലിദ് എന്ന് പറയുന്ന വ്യക്തി ജമ്മു കാശ്മീർ ഇന്ത്യയുടേതല്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ജമ്മു കാശ്മീർ ഇന്ത്യയുടേതല്ല എന്നാണ് ഉമർ ഖാലിദിന്റെ നിലപാട്. ജമ്മു കാശ്മീർ കശ്മീരിൻ്റെത് മാത്രമാണ്, കാശ്മീരികളുടെ മാത്രമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ വിഷയങ്ങളെല്ലാം തീർത്ത് നമ്മുടെ കേരളവും നമ്മുടെ തമിഴ്നാടും നമ്മുടെ കർണാടകയും നമ്മുടെ ഗുജറാത്തും നമ്മുടെ രാജസ്ഥാനും നമ്മുടെ പഞ്ചാബും എങ്ങനെയാണോ അതുപോലെ തന്നെയുള്ള ഒരു സംസ്ഥാനമാക്കി ജമ്മു കാശ്മീരിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ മാറ്റിയെടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് ഈ വിഷയത്തിനെല്ലാം ആർട്ടിക്കിൾ 317 എടുത്ത് പുനഃസ്ഥാപിക്കണം എന്ന് പറയുന്ന CJPയുടെ നയം എന്താണ്?
ഈ നയത്തെയാണ് നമ്മുടെ ടി ജി മോഹൻദാസ് അടക്കമുള്ള ആളുകൾ ചോദ്യം ചെയ്യുന്നത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ മാത്രമാണ് ഇതുപോലെയൊരു നടപടി അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രസ്താവനകൾ ആ ഒരു സമരവേദിയിൽ വരേണ്ട ആവശ്യം എന്താണ്? ഇവിടുന്ന് പട്ടിഷോയുമായിട്ട് CPM-ന്റെ നേതാക്കന്മാര്, ഈ ബ്രിട്ടാസും അതോടൊപ്പം തന്നെ ബ്രിട്ടാസിന്റെ എന്നും ഒരു തിരുവനന്തപുരത്തെ കൂട്ടാളി ഉണ്ടല്ലോ, നമ്മുടെ ഡിവൈഎഫിയുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ആയിട്ടുള്ള റഹീം, ഈ റഹീം അടക്കമുള്ള ആളുകൾ അവിടെ പോയിട്ട് ഇവർക്ക് സ്വാഭാവികമായിട്ടുള്ള ഇവരൊരു കലാപരിപാടിയാണ്, എവിടെയൊരു ഒരു പരിപാടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സമരം ഉണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ കയറി നിന്നുകൊണ്ട് വലിയ രീതിയിൽ തന്നെ നെഗറ്റീവ് കമന്റുകൾ അടിക്കുക, അല്ലെങ്കിൽ ഇതെല്ലാം ഞങ്ങളുടെ തലയിലൂടെയാണ് പോകുന്നുള്ള രീതിയിലേക്ക് മറ്റൊരു സമരനായിക നേഹ ബോറ എന്ന് പറയുന്ന, ഐസ എന്ന് പറയുന്ന ഇന്ത്യയിലെ അർബൻ നക്സലുകൾ എല്ലാവരും കൂടി ഒന്നിച്ചു കൂട്ടായി നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഒരു പ്രതിഷേധ ശൃംഖല ഏത് സമയത്തും തട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുതരം രാഷ്ട്ര വിരുദ്ധ ശക്തികൾക്ക് കൂട്ടുപിടിക്കുന്ന കീടങ്ങൾ. ഈ കീടങ്ങളും നിരന്തരമായിട്ട് CJP സമരത്തിൽ എന്താ പറയാ നിന്ന് ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ മോങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെ. നമ്മുടെ സർക്കാരിന് ഒരു വീഴ്ചയുണ്ടെങ്കിൽ അത് സർക്കാരിന് തിരുത്താനുള്ള അവകാശമുണ്ട്. അതിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതിൽ ഒരു തെറ്റുമില്ല, സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്യണം. പക്ഷേ ചോദ്യം ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ തീവ്രവാദികളെ റിലീസ് ചെയ്യണമെന്ന് പറയുന്ന നയം, അതിനെയാണ് സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ ടി ജി മോഹൻദാസ് അടക്കമുള്ള നമ്മളടക്കമുള്ള എല്ലാവരും കാണുന്നത്. ഒരു സംശയമില്ല. അപ്പോൾ ഇവരെല്ലാവരും ഇപ്പൊ ടി ജി മോഹൻദാസിനെ ജയിലിൽ കിടത്തി ഇങ്ങനെ മാസങ്ങളോളം ഉമർ ഖാലിദിനെ പോലെ ജയിലിൽ കിടത്താമെന്നുള്ള രീതിയൊക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും നടക്കില്ല. നമ്മുടെ കോടതിക്ക് അറിയാം എന്താണ് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത്, ഒരു സംശയമില്ല. അപ്പൊ പാർട്ടി അടക്കമുള്ള ആളുകൾ കേരളത്തിൽ വലിയ രീതിയിൽ ഇവിടെ വിവാദപരമായി മോദിയുടെ വിദ്യാഭ്യാസ മന്ത്രിയെ താഴെയിറക്കി എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യം മുഴുവൻ ആഹ്ലാദിച്ച് നടന്ന ആളുകൾ അണ്ണാക്കിൽ പിരിവെട്ടുന്ന ഒരു വിഷയം തന്നെയാണ് ടി ജി മോഹൻദാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ച വിഷയത്തിൽ കാണുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഈ ചില ആളുകൾ പറയുന്നു, ഉത്തരേന്ത്യ അല്ലടാ ഇത് ചില കമ്മ്യൂണിസ്റ്റ് നരബാധിച്ച കുറെ ഉണ്ട്. കാരണം അവര് ഉണ്ടാക്കിയ പണികളൊക്കെ തീർന്നപ്പോ വീട്ടിലിരുന്ന് ഫോണിലിരുന്ന് കുത്തിക്കൊണ്ടിരിക്കുന്ന ചില അണ്ണന്മാരുണ്ട്. ഒരു പറയാണ് ഇത് ഉത്തരേന്ത്യ അല്ലടാ കേരളമാടാ, ഇത് മനസ്സിലായില്ലടാ എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ടി ജി മോഹൻദാസിനെ പോലെ ഒരു വ്യക്തി നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള ദേശീയത അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രവാദിയായിട്ടുള്ള ഒരു സാമൂഹിക പ്രവർത്തനം, ഒരു സ്വയം സേവകൻ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ വീഡിയോകൾ, ഇപ്പോ നമ്മുടെ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ, ആർട്ടിക്കിൾ 317മായി ബന്ധപ്പെട്ടുള്ള വീഡിയോ, പിന്നെ ഈ അദ്ദേഹം നിരവധി വീഡിയോകളാണ് ഈ പലസ്തീൻ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് കുറെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തുന്ന ആളുകളുടെയൊക്കെ അണ്ണാക്കിൽ പിരിവെട്ടുന്ന തരത്തിലേക്കുള്ള വീഡിയോകളും മറ്റുള്ള വിഷയങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി ഇതിനൊക്കെ ഒരു അവസരമായിട്ടൊരു തിരിച്ചടി കൊടുക്കാനുള്ള ഒരു സംഭവമായിരുന്നു ടി ജി മോഹൻദാസിന്റെ പ്രസ്താവനയിലൂടെ കേസെടുത്തപ്പോൾ ഇവർക്ക് ലഭിച്ചത്. അതിന്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനും ജയിലിലാക്കാനും ഘോരം നടപടിയെടുത്ത് ഓരോരുത്തന്മാരും പൂർണ്ണമായിട്ടും അവരെ ട്രൗസർ കീറുന്ന തരത്തിലേക്കുള്ള നടപടിയായി പോയി. ഇപ്പോ കോടതി ജാമ്യം അനുവദിച്ചതിൽ നിന്ന് നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹം കുറഞ്ഞത് ഒരു 6 മാസമെങ്കിലും ഇദ്ദേഹത്തെ ജയിലിൽ സൂക്ഷിക്കുക എന്നുള്ള ഒരു നിലപാടോട് കൂടി വന്നവന്മാരൊക്കെ തേഞ്ഞൊട്ടി എന്ന് മാത്രമേ ഈ ഒരു സമയത്ത് പറയാനുള്ളൂ. ആശ്വാസം.